ബാല്യകാല സുഹൃത്തുക്കളായിരുന്ന ജിമ്മും ജെറിയും ഒരിക്കൽ പിണങ്ങുവാനിടയായി. 25 വർഷത്തോളം അവർ സംസാരിച്ചില്ല. ഒടുവിൽ രോഗബാധിതനായി മരണശയ്യയിൽ കിടക്കുകയായിരുന്ന ജെറി മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുവാനായി ജിമ്മിനെ വിളിച്ച് മാപ്പ് ചോദിച്ചു. ആശുപത്രിയിൽ 2 മണിക്കൂറോളം അവർ ഒന്നിച്ചിരുന്ന് പഴയ കാര്യങ്ങൾ സംസാരിച്ചു. അല്പനേരത്തേക്ക് അവർ ശത്രുത മറക്കുകയും ചെയ്തു. പക്ഷെ ജിം പോകാൻ തിരിഞ്ഞപ്പോൾ ജെറി ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, എൻ്റെ അസുഖം ഭേദമാകുകയാണെങ്കിൽ ഈ മാപ്പ് ചോദിക്കലിനും പരസ്പര ധാരണയ്ക്കും പ്രസക്തിയില്ല കേട്ടോ. ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം. ക്ഷണികമായ ഈ ജീവിതത്തിൽ പകയും വിദ്വേഷവും അർത്ഥശൂന്യമായ വികാരങ്ങളാണ് എന്ന തിരിച്ചറിവുണ്ടായിരുന്നിട്ടും നാം ആരോടൊക്കെയോ ഉള്ള പിണക്കവും പകയുമൊക്കെ ഉള്ളിൽ പേറി നടക്കുന്നു. നമ്മുടെ ഓരോ ദിനവും ഒരു നെഗറ്റീവ് ചിന്തയിലൂടെ നമ്മെ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. എന്തിനാണ് മറ്റുള്ളവരോടുള്ള പകയും ദേഷ്യവും മനസ്സിലിങ്ങനെ കൂട്ടി വെക്കുന്നത്? ചിലതൊക്കെ തുറന്ന സംസാരങ്ങളിലൂടെ ഇല്ലാതാക്കുവാൻ സാധിക്കും. ചിലതൊക്കെ ഒരു ചെറു പുഞ്ചിരിയിലൂടെ ഇല്ലാതാക്കാൻ സാധിക്കും. അതെ, ഉള്ളിൽ പകയോ വിദ്വേഷമോ ഒന്നും വയ്ക്കാതെ ജീവിതയാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ. ചില പിണക്കങ്ങൾ നമുക്ക് ഇന്ന് തന്നെ പറഞ്ഞു തീർക്കാം. അതുകൊണ്ട് തന്നെ മനസ്സിന് ഒരു സംതൃപ്തിയും സന്തോഷവും ശാന്തതയും കൈവരും. അതെ, പിണക്കങ്ങൾ ഇല്ലാതാകുമ്പോൾ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ വർദ്ധിക്കുകയുള്ളൂ. പിണക്കങ്ങൾ ഇല്ലാതാകട്ടെ. നല്ല ഒരു ദിനം കാത്തിരിക്കുന്നു. ആസ്വദിക്കാം. നേരുന്നു ശുഭദിനം.